മോളെ മോളെ മോളേട്ടുണ്ട് ആ അമ്മ കേറി വരി നിങ്ങള്. ആ ഇപ്പൊ വന്നീല്ലേ? ഇല്ല ഇപ്പൊ വന്നിട്ടില്ല, ഇപ്പാക്ക് പണിയുണ്ട്. എപ്പോഴും വിചാരിക്കും വരണം വരണം എന്നുള്ളത്, പറ്റലില്ല. ഇക്കാനെ കാണാതെ വരണ്ടേ. ഉച്ച കഴിഞ്ഞാ പിന്നെ ഇടക്കൊക്കെ ഇക്ക ഉണ്ടാവും ചെയ്യും. കൊറേ ദിവസമായിട്ട് പണിയും കുറവാണ്, ആ കാരണം വരാൻ പറ്റില്ല. അങ്ങനൊന്നും വരണ്ട മോളെ, നമ്മടെ കുട്ടിയുടെ ജീവിതം ഇല്ലാതാവും. ഓരോന്ന് പറഞ്ഞിന്ന് തിരക്കൂടും. സാരമില്ല, നമ്മടെ കുട്ടി അതിന് പറയുന്നുണ്ടല്ലോ. അത് വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു പ്രശ്നത്തിന് ഞാൻ നിക്കാത്തത്. എന്റെ കാര്യം മാത്രല്ലമ്മ, കുട്ടികളില്ലേ, ഓലെ കാര്യം ആലോചിച്ചിട്ടാ ഇത്രയൊക്കെ സഹിച്ചിട്ട് ഇക്കാന്റെ കൂടെ നിന്ന് പോണത്. ആരില്ലാതെ തിരക്കുണ്ടാക്കലുണ്ടോ? വെറുതെ തിരക്ക് അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. പക്ഷെ നിങ്ങളെ രണ്ടാളും പറ്റി പറയുമ്പോ ഞാൻ ഇടക്കൊക്കെ ഇങ്ങനെ പറച്ചിലുണ്ടേ, ഇമ്മി ഇപ്പിയല്ലേ, നിങ്ങൾക്കൊന്ന് പോയി കണ്ടൂടെന്നൊക്കെ ചോദിക്കലുണ്ട് ഞാൻ. ഓൾക്ക് ഇഷ്ടല്ല കേൾക്കുന്നത്. അപ്പൊ എന്നേറ്റ് വെറുതെ തിരക്കുണ്ടാക്കും. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ പഴയതിനേക്കാളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് കേൾക്കുമ്പോ എന്താന്നറിയില്ല. എത്ര കാലം ഇനിയിപ്പോ ഇവിടെ ഉണ്ടാവുകയെന്നൊന്നും അറിയില്ല. അതിന്റെ മുന്നേ എന്റെ കുട്ടി ഞങ്ങളൊന്ന് സ്നേഹിച്ചാ മതിയായിരുന്നു. ഉമ്മ വിഷമിക്കണ്ട, നിങ്ങൾ വരി. ഞാനേ ഇന്ന് ഒരു പാർട്സ് കൊടുത്തു ഇന്നലെ, അപ്പൊ അതൊക്കെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് തിന്നിട്ട് പോവാ. വരി നിങ്ങള്. വേണ്ട മോളെ, അമ്മക്ക് ഇപ്പൊ ഒന്നും വേണ്ട. അതൊന്നും പറഞ്ഞാ പറ്റൂല. നിങ്ങൾ വരി, ഞാൻ വളമ്പി തരാം. ഞാൻ വരാം. നിങ്ങൾ തിന്നിമ്മ. ആ കൊറേ അയക്കണം ഇതൊക്കെ കൂട്ടി ചോറിന്നിട്ട്. അവിടെ ഇപ്പാക്ക് പണി ഉണ്ടാവലില്ലല്ലോ, എപ്പോഴെങ്കിലും അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും കൊണ്ടുവരില്ല. ഓൻ വരുന്നതിന്റെ മുന്നേ പെരേക്കന്നെ പോണം. ഞാൻ ഇവിടെ ഉണ്ടായിട്ട് ഇനി അതിന് തിരക്കൂടണ്ട. ഓൻ എപ്പളാ വരിക? ഇക്ക എന്തായാലും രാത്രിയാവും വരാന്. ഇനിയിപ്പൊ എന്തായാലും നിങ്ങള് കുട്ടികളെ കണ്ടിട്ട് പോയാ മതി. ഓല് ഇടക്കിടക്ക് പറയലുണ്ട് ഉമ്മമാനെ കാണാൻ പൂതിയാവുണ്ട് എന്നൊക്കെ. ഇക്ക് പിന്നെ ഉമ്മിപ്പൊന്നും ഇല്ലല്ലോ കേറി ചെല്ലാനൊന്നും. ഓൽക്കും ആകെ ഒരു ഉമ്മ ഇപ്പൊക്കെ നിങ്ങളല്ലേ ഉള്ളൂ. ആയിട്ടങ്ങൾക്ക് നിങ്ങളൊപ്പം നിൽക്കാനും ഭാഗ്യമില്ല. എന്നാ പിന്നെ കുട്ടികളെയും കൂടി കണ്ടിട്ട് പോവാം. ആലോചിച്ച് വിഷമിക്കണ്ടമ്മ, ഇപ്പൊ തിന്നൂടി. ആ ഇപ്പാക്കും കൂടി വരായിരുന്നു, കാണാൻ നല്ല പൂതിയുണ്ട്. ഇപ്പൊ അവിടെ ഉണ്ട്, പണിയൊന്നുമില്ല. ഞാൻ വന്നോട് വെറുതെ പറഞ്ഞതാ. ഇപ്പൊ വന്നിട്ട് ഞാൻ അതിനെ ആട്ടി ഇറക്കണത് കാണണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത് വരണ്ടാന്നുള്ളത്. നിങ്ങളെ കാണാനൊക്കെ അതിന് നല്ല പൂതിയുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾ എന്ത് തെറ്റാണോ അവൾക്ക് ചെയ്തു. നിങ്ങൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ടമ്മ, നിങ്ങളിപ്പോ തിന്നൂടി. അല്ല, ആരപ്പ ഇവിടെ പുതിയൊരു അതിഥിയൊക്കെ? ഇത്ര പെട്ടെന്ന് വന്നോ? ഇന്ന് വൈകുന്നേരമാണല്ലോ വരല്. ഉമ്മ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇമ്മേ? ആരമ്മ? ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പെരന്റെ ഉള്ളിൽ കയറ്റാൻ അനക്ക് ആരാ അധികാരം തന്നത്? ഇക്കങ്ങളൊന്നും മിണ്ടാതിരിക്കേ, അതൊന്ന് തിന്നോട്ടെ. ഞാൻ നയിച്ചുണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്ന മുതലാണ് അത്. അങ്ങനെ കണ്ണി കണ്ട ആൾക്കാർക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. ഇരുന്ന് തിന്നണണ്ടില്ലേ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണത്? ഇമ്മ ഞമ്മളെ കാണാൻ വേണ്ടിട്ടല്ലേ വന്നത്. ഒന്നും മിണ്ടാതിരിക്കേ. എനിക്ക് ഇങ്ങനെ ഒരു ഉമ്മയില്ല, ഒരു വാപ്പയില്ല. ഇത് ഇന്റെ പെരയാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റണവർ ഇവിടെ നിന്നാ മതി. ഇല്ലെങ്കിൽ ഇജ്ജും പോയിക്കോ ഇവിടുന്ന്. ഉമ്മ നിങ്ങൾ തിന്നൂടി, ഞാൻ ഇപ്പൊ വരട്ടാ. അത് ഫുള്ള് തിന്നിട്ട് നീച്ചാ മതിട്ടാ. എന്തായാലും ഉമ്മാന്റെ മകന്റെ തന്നെ അല്ലേ, പൊരുത്തില്ലാത്ത മുതലൊന്നല്ല ഉമ്മ.
അത് തിന്നിട്ട് നീച്ചാ മതി. എന്റെ ഒരു സമാധാനത്തിനെങ്കിലും ഞാൻ ഇപ്പൊ വരാം. ഇക്ക, എന്താ ഇക്ക നിങ്ങൾ ഇങ്ങനെ? നിങ്ങൾക്ക് ആ പാത്തിനോട് ഒന്ന് സംസാരിച്ചൂടെ? ഇജ് എന്റെ പണി എന്താച്ചാ നോക്ക്, ഇജ് ഇന്റെ കാര്യത്തിൽ ഇടപെടണ്ട. നിങ്ങൾക്ക് എന്താണ് ഐറ്റങ്ങളോട് ഇത്രക്ക് കീറാ? ഐറ്റങ്ങൾ എന്താ നിങ്ങളെ കാട്ടിയത്? അതെങ്കിലും നിങ്ങൾ എന്നോടൊന്ന് പറയോ? എന്തിനാണ് ഈറാന്നോ? പണ്ട് മുതലേ ആരാന്റെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഓല് ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്നും പട്ടിണി ദാരിദ്ര്യം എങ്ങനെയൊക്കെ വളർന്നു. ഞാൻ പഠിച്ച് നല്ലൊരു ജോലിയായി സെറ്റിലായപ്പോ ഇപ്പൊ ഞാൻ നോക്കണം തന്തനെയും തള്ളനെയും. ഇക്ക് ഇന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ ഈ തന്തനെയും തള്ളനെയും നോക്കാനൊന്നും ഇന്നെ കൊണ്ട് പറ്റൂല. ഇങ്ങനൊന്നും കാട്ടരുതിട്ടാ. ആ പാവത്തുങ്ങൾക്ക് നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ല. ഒരു ഉപ്പ ഇമ്മ ഇല്ലാത്തതിന്റെ വിഷമക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഈ പറയണത്. കണ്ണില്ലാതാകുമ്പോഴേ കണ്ണിന്റെ വില അറിയുള്ളൂ നിങ്ങക്ക്. ഓ, അണക്ക് ഇത്രക്ക് സങ്കടാണെങ്കിലേ ഈയും പോയിക്കോ ഓലെ പിന്നാലെ. ഇജില്ലെങ്കിലേ ജീവിക്കാൻ അറിയാം. പോടി എവിടുക്കാച്ച. നമ്മളെ അമ്മ പോവാണ്. ഇപ്പൊ അവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ. ഇമ്മ എന്താ പറയണ്ടെന്ന് അറിയില്ലപ്പ. ഉമ്മയുടെ കുട്ടിയുടെ പോലെ ഒരു മരവ കിട്ടിയ ഉമ്മാനിപ്പാനി ഭാഗ്യം. പക്ഷെ അത് അനുഭവിക്കാനുള്ള വിധി ഞങ്ങൾക്കില്ല. ഓനോട് ഒരു ദേഷ്യമില്ല. ഞാൻ ഒരിക്കലും അവനെ ശപിക്കണമില്ല. എന്തുകൊണ്ടാന്ന് അരമ്മാട് കുട്ടിക്ക് എന്റെ മകനായി പോയില്ല. ഓന് കാണാതിരിക്കാനൊന്നും എനിക്ക് പറ്റൂലെന്ന്. കേറി ചെല്ലാനും കൂടി ഒരു സ്ഥലമില്ല. എന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ എന്റെ പതിമാരുടെ സ്ഥാനത്ത് നിങ്ങൾ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്. ഇവിടെ വന്നപ്പോ എനിക്ക് ആരും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. എന്തെങ്ങോട് പറയണ്ടെന്ന് എനിക്കറിയില്ല. സാരില്ലേ മോളെ, അമ്മയുടെ കുട്ടി സങ്കടപ്പെടണ്ട. ഞാനൊരു തിരക്കിനൊന്നും നിക്കണ്ടട്ടാ. അമ്മയുടെ കുട്ടിയുടെ ജീവിതം കൂടി ഇല്ലാതാവും. അവർക്ക് കേറി ചെല്ലാനും കൂടി ഒരു സ്ഥലം ഇല്ലാത്താണ്. അമ്മയുടെ കുട്ടിയെ ഒന്നിന് നിക്കണ്ട. ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾ വിചാരിച്ചോ. മക്കളൊന്നും ഇല്ലാതുള്ള വിചാരിച്ചോണ്ട് ഞങ്ങള് ആ പാവത്തിന് എത്ര ഇതുണ്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാന്, ഓനൊന്ന് കാണാന്. ഞങ്ങൾക്ക് ആകെയുള്ള ഒന്നല്ലോ ഓന്. ഓനിക്ക് ഞങ്ങള് വേണ്ടല്ലോ. എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്കൊരു ആകെ ഒന്നല്ലോ ഉള്ളു. എന്താ കാട്ട്? ആരുമില്ല. പാവ എങ്ങനെ നീച്ചാ വെച്ചാതെ ഫോണെന്നറിയാം. വാടക കൊടുക്കണ്ടേ, പേരൻ്റുള്ളത് ചെലവാർക്കണ്ടേ. അതുകൊണ്ട് മാത്രം എന്റെ കുട്ടികൾ നല്ലപോലെ നിന്നാ മാത്രം മതി. ഇപ്പൊ ഞങ്ങള് എത്ര കാലം ഇനിയിപ്പോ ഭൂമിയിൽ ഉണ്ടാവാന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾക്കല്ലല്ലോ ജീവിക്കേണ്ട നല്ലപോലെ. നിങ്ങൾക്കല്ലേ. നമ്മള് നല്ലപോലെ ജീവിക്കണം. നമ്മുടെ കുട്ടി ഒന്നിനും നിക്കണ്ട കേട്ടോ. ചെറുപ്പാണ്, എവിടേക്കും പോവാനില്ല.
ആരും വരാനും ഇല്ല. ആകെ ഉള്ളത് ഈ ഉമ്മ മാത്രമേ ഉള്ളൂ. അതിനാണെങ്കിൽ സമ്മതിക്കൂല. എന്തായാലും പോട്ടട്ടാ. ഇനി നിന്നിട്ടുണ്ടെങ്കിലേ ബസ് കിട്ടൂല. കുട്ടികളോട് ഞാൻ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അയറ്റങ്ങൾക്ക് കൊടുക്കാൻ എൻ്റെ അടുത്ത് ഒന്നുമില്ല. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. പൈസ ഇല്ലാത്തോണ്ടാ. പോട്ടട്ടാ. കാര്യമില്ല. നിങ്ങള് കാരണം കാണാൻ വെച്ചമ്മ. സമാധാനായില്ലേ? അത് ഇവിടുന്ന് ഇറങ്ങി പോയപ്പോ? ആടി സമാധാനായി. തന്തക്കും തള്ളക്കും എന്റെ അടുത്ത് നിക്കണം. നിങ്ങളൊരു 2 കുട്ടികളെ വാപ്പല്ലേ? ആ മക്കൾ ഇങ്ങളും കാട്ടായിരിക്കൂല ഇതേപോലെ. നിങ്ങള് ചെയ്യണ കണ്ടിട്ടല്ല ഐറ്റങ്ങളും വളരുന്നത്. വാപ്പാന്റെ ഇമ്മാന്റെ വില എന്താന്ന് പോലും അറിയാത്ത ഒരാള്. ഐറ്റങ്ങള് ഇക്കണ്ട കാലം വരെ നിങ്ങക്ക് വേണ്ടിട്ടാ ജീവിച്ചത്. വീടില്ലാത്തത് എന്തുകൊണ്ടാ? നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് ആ വീട് വിറ്റത്. എന്നിട്ട് നിങ്ങളെ പഠിപ്പിച്ച് വലിയ നിലയിലായി. അപ്പോഴും ഐറ്റങ്ങൾ എന്ത് വിചാരിച്ചെന്നറിയോ? എന്റെ കുട്ടി എന്നെ നോക്കുമല്ലോ, അല്ലെ എന്റെ കുട്ടി ഞങ്ങളെ നോക്കുമല്ലോ എന്നുള്ള അതാണ് ഐറ്റങ്ങൾ മനസ്സിലുണ്ടായിട്ടുണ്ടാവുക. എന്റെ വാപ്പാനും ഇമ്മാനെയും എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്റെ വാപ്പയും മരിച്ചു പോയതാ. കരഞ്ഞങ്ങാട് ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ, ഒരിക്കലും നിങ്ങള് നന്നാവൂല. കാരണം എന്താ അറിയോ? അതിന്റെ കണ്ണീര് അത്രയും വീണിക്കും ഇവിടെ. ആ തിന്നണ ചോറ് അത് തിന്നണ നടക്കാതെ അവിടെ വെച്ചിട്ട് പോയില്ലേ, ഒരിക്കലും നിങ്ങള് നന്നാവൂല. നന്നാവണ്ട. ഇനി എന്തായാലേ ഞാനിവിടെ നിക്കണില്ല. ഞാനും പോവാണ് ഇവിടുന്ന്. അതിന് ഇജ്ജെടുക്കാടി പോണത്? അതിന് അണക്കാരാടി ഉള്ളത്? എന്റെ വാപ്പിമ്മ മരിച്ചിട്ടുള്ളൂ. നിങ്ങളെ വാപ്പിമ്മ മരിച്ചിട്ടില്ലല്ലോ. ഞാൻ അങ്ങോട്ട് പോവും. എന്തായാലും ഒരു മക്കളെ സ്ഥാനത്ത് നിന്നിട്ടേ ഇക്കൈറ്റങ്ങളെ നോക്കണം. കാരണം ആ ഇമ്മ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അമ്മയും വാപ്പി ഇന്ന് ഇതുവരെ ഐറ്റങ്ങളെ മരുവളായിട്ട് കണ്ടിട്ടില്ല. മകളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഒരു അടിമയായി നിൽക്കും മതിയായിക്കുന്നു. എന്റെ കുട്ടികൾ വന്ന നിമിഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങും. നിങ്ങൾക്ക് കുറച്ചും കൂടി പൈസകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് കണ്ടുകൂടാതാവുമല്ലോ, ഇല്ലേ? ആടി അങ്ങനെ തന്നെയാണ്. ഇക്ക് ഇജ്ജ് ഒരു ഭാരാണ്. അതിന്റെ മുന്നേ ഞാൻ തന്നെ ഇറങ്ങിത്തരാം. ഇക്ക് നിങ്ങളെ കൂടെ ജീവിക്കണമെന്നേ തീരെ താല്പര്യമില്ല. നിങ്ങൾ ഇവിടെ നരകിച്ച് നിങ്ങൾ ചാവും. കണ്ടോളുണ്ടു. ആ വാപ്പാന്റെ ഉമ്മാന്റെ കണ്ണീരുള്ളോടത്തോളം കാലേ നരകിക്കും നിങ്ങള്. കുറച്ച് പൈസ വന്നെന്നുള്ളതിന്റെ അഹങ്കാരമാണ് നിങ്ങൾക്ക്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതാണ്ട് താനെ കുറയുമ്പോളേ ഒക്കെ നിന്നോളും. പടച്ചോന്ന് പറഞ്ഞ ഒരാളെ മുകളിലുണ്ട്. അത് ആലോചിച്ച് നിങ്ങൾക്ക് നന്ന്.